ഹലോ ഇപ്പോൾ ചന്ദ്രികയിൽ എല്ലിന്ന് ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തൊക്കെയായിരിക്കും നമ്മുടെ ചന്ദ്രികയിൽ എല്ലിന്ന് ചന്ദ്രാന്തത്തിൽ നടക്കാൻ പോകുന്നത്? കാരണം നന്ദയ്ക്ക് ചെയ്യേണ്ട ജോലികളെല്ലാം ഗൗതമാണ് ചെയ്ത് തീർത്തത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ ഇന്ത്യവരത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നന്ദ ഓടി വന്ന് ജോലിയൊക്കെ ചെയ്യാനായിട്ട് പെട്ടെന്ന് ഓടി വന്ന് അരുന്ധതിയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ലക്ഷ്മി വന്ന് പറയുവാണ്, നന്ദ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നന്ദയുടെ ജോലികളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. പാത്രം കഴുകി, തറ തുടച്ച്, ബാക്കി എല്ലാ സകല ജോലികളും അരുന്ധതി പറഞ്ഞ എല്ലാ ജോലികളും നന്ദയുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നന്ദയ്ക്ക് ഇത് അതിശയമാണ്. ഇത് ആരാ ജോലി ചെയ്തേ? അപ്പോൾ നന്ദ ചോദിക്കുവാണ്, ലക്ഷ്മി അമ്മയാണോ അതോ രാധികാന്റിയാണോ പവിത്രയാണോ? ഇങ്ങനെ ഓരോരുത്തരടുത്ത് ചോദിക്കുമ്പോഴും ലക്ഷ്മി പറയുവാണ് അവരാരുമല്ല, നന്ദയ്ക്കുള്ള ജോലികളെല്ലാം ചെയ്ത് തീർത്തത് ഗൗതമാണ്. അപ്പോൾ അങ്ങനെ നന്ദ അറിയുവാണ് നന്ദയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഗൗതമാണ് ആ ജോലികളെല്ലാം ചെയ്ത് തീർത്തത് എന്നുള്ള സത്യം നന്ദ അറിയുവാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് നന്ദയും ഗൗതമും കൂടി ഇങ്ങനെ എന്താ പറയുക മുഖം ഇങ്ങനെ ചിരിച്ച് നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് ഈ ഈ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഈ കുരുപ്പ് പോലെ വന്ന് നിൽക്കുമെന്ന് പറയത്തില്ലേ, അതുപോലെയാണ് നമ്മൾ ഈ പിങ്കി ഇതെല്ലാം കണ്ടി ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ട് അവളുടെ കയ്യിലിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പിങ്കി പറയുകയാണ്, നിന്റെ വിഴുപ്പ് തുണിയും കൂടി ഗൗതമിനെ കൊണ്ട് അലക്ക്, ഇല്ലെങ്കിൽ നിനക്ക് സമാധാനം വരില്ല, പനി എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കള്ളം അടിച്ച് നീ കിടക്കുവാണ്. മാത്രമല്ല ഗൗതമിനെ പോലെ ഒരു പോലീസ് ഓഫീസർ ഇത്രയും ജോലി ചെയ്തെന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ പറഞ്ഞ് പിങ്കി ഭയങ്കരമായിട്ട് തകർത്തങ്ങ് വാരുവാണ്. അപ്പോൾ നമ്മൾ നന്ദ എന്തായാലും വിട്ടുകൊടുക്കും ഉറപ്പായിട്ടില്ല. കാരണം നന്ദയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് നന്ദയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നന്ദ ഉടനെ ചാടി കയറി അടുത്ത മറുപടിയായിട്ട് നന്ദ വരുവാണ്. നന്ദ ഉടനെ തന്നെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ തുണി നനച്ച് തന്നാലും നിനക്കെന്താ കുഴപ്പം? എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, അതിൽ പിങ്കിക്ക് എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അരുന്ധതി പറയുവാണ്, പ്രശ്നം തന്നെയാണ്. കാരണം ഈ വീട്ടിൽ ഇന്ന് വരെ ഒരു പുരുഷന്മാരും ഒരു ജോലിയും ചെയ്തിട്ടില്ല. മഹേശ്വരനാണെങ്കിലും ആരാണെങ്കിലും ഒരു ജോലിയും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അരുണാണെങ്കിലും അർജുനാണെങ്കിലും ഗൗതമാണെങ്കിലും കൊച്ചുമക്കളെ ഒറ്റ ഒരാൾ പോലും ആണുങ്ങൾ ആരും ജോലി ചെയ്തിട്ടില്ല, പെണ്ണുങ്ങളാണ് ജോലി ചെയ്തത്. എന്നിട്ട് ഗൗതമിനെ കൊണ്ട്, അതൊരു പോലീസ് ഓഫീസറിനെ കൊണ്ട് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യിപ്പിച്ചു എന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കാൻ പോവാണ്. ഈ ശിക്ഷയിൽ ഇനി ഒരിക്കലും നന്ദ ഇങ്ങനത്തെ ഒരു പണി ചെയ്യാത്ത രീതിയിൽ ഞാൻ ഒപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി ഭയങ്കര ഒരു എന്താ പറയുക ഒരു വീരവാദമൊക്കെ മുഴക്കുന്നുണ്ട്. അപ്പോൾ അരുന്ധതിക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഈ വാലി തൂങ്ങി നടക്കുമ്പോൾ നമ്മൾ മഹേശ്വരന് ഒപ്പമുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക ഒരു വിധിയൊക്കെ നിർണ്ണയിക്കാനുള്ള ആ ഒരു സമയത്ത് നമ്മൾ ഗൗതം എടുത്ത് ചാടി പറയുവാണ്, നന്ദയ്ക്കല്ല ഇവിടെ എന്താ പറയുക നന്ദയ്ക്കല്ല ശിക്ഷ കൊടുക്കേണ്ടത്, എനിക്കാണ് ശിക്ഷ തരേണ്ടത്. കാരണം നന്ദ അറിയാതെ നന്ദയുടെ ജോലികളെല്ലാം ഞാനാണ് വന്ന് ചെയ്തത്. അപ്പോൾ എനിക്കാണ് ശിക്ഷ നൽകേണ്ടത്, അല്ലാതെ നന്ദയ്ക്കല്ല. ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാൻ നന്ദയുടെ ജോലി മാത്രമല്ല അമ്മയുടെ ജോലിയും കൂടി ഞാൻ ചെയ്യേണ്ട അവസ്ഥ വരുത്തരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗൗതം അവിടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക നന്ദയ്ക്ക് ഒരു പണി കൊടുക്കാന്നൊക്കെ പ്രതീക്ഷിച്ച് ഇരുന്ന അരുന്ധതിക്കും പിങ്കിക്കും ഒക്കെ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് അവിടെ വന്നത്. അതുമാത്രമല്ല അരുന്ധതിക്കും മഹേശ്വരനും എന്തായാലും ഗൗതമിൻ്റെ ഭാഗത്തു നിന്ന് നല്ല നിറച്ച് നല്ല കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നല്ല ഒരു എന്താ പറയുക അരുന്ധതിയൊക്കെ ഇങ്ങനെ വായടഞ്ഞ് ഒന്നും മിണ്ടാത്ത രീതിയിൽ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഗൗതം പറയുവാണ്, നന്ദ ഇനി നീ പോയി സമയമില്ലേ, കോളേജിൽ പോയി ഇറങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ലക്ഷ്മി ഓടി വന്നിട്ട് പറയുവാണ്, എന്താ ഇവിടെ ഒന്നും തീർന്നിട്ടില്ല. കാരണം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ജോലി അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട ജോലി പിങ്കിയുടേതാണ്. പിങ്കിയുടെ ജോലി ഇവിടെ അവസാനിച്ചിട്ടില്ല. എന്തായാലും പിങ്കി അപ്പോൾ ഉടനെ പിങ്കി ഇതെല്ലാം കേട്ടിട്ട് അതെനിക്കൊരു 10 നിമിഷത്തിനുള്ളിൽ എനിക്ക് ജോലിയൊക്കെ ആക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഒരു വീരവാദം നമ്മളെ പിങ്കിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഉടനെ നമ്മൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇവിടെ ദോശയെല്ലാം ഉണ്ടാക്കാതിരിക്കുന്നത്, അപ്പം ചമ്മന്തി തന്നെ ആയിക്കോട്ടെ. ഇന്നലെ നന്ദയ്ക്ക് നീ ചമ്മന്തി ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്, അതുപോലെ ഇന്ന് ചമ്മന്തി ആയിക്കോട്ടെ. അതും മിക്സി കേടായത് കൊണ്ട് തന്നെ നന്ദ ചെയ്തതുപോലെ അമ്മിക്കല്ലിൽ ഇട്ട് ചമ്മന്തി അരച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ ലക്ഷ്മി നമ്മുടെ പിങ്കിയെ കൊണ്ട് ചമ്മന്തി അരയിപ്പിക്കുവാണ്. അപ്പോൾ പിങ്കി തേങ്ങയൊക്കെ ഇട്ട് ചമ്മന്തി അരയ്ക്കും തോറും നമ്മളെ ലക്ഷ്മിയും നന്ദയൊക്കെ നല്ല തുറച്ചു നോക്കി കണ്ണ് തള്ളി നിങ്ങളെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ഇതിലൊന്നും ഇടപെടാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മളെ പിങ്കിയെ രക്ഷിക്കാൻ പറ്റാതെ അരുന്ധതി മോഹിനി കൈയിട്ടടിക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമ്മൾ നന്ദയും ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് പിങ്കിക്കിട്ട് ചെറിയ ചെറിയ താങ്ങുകളും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം പിങ്കി അരച്ച എന്താ പറയുക ഒരു ചമ്മന്തി റെഡി
ആയിട്ടുണ്ട്. പക്ഷെ പിങ്കിക്കാണെങ്കിൽ കൈയൊക്കെ നല്ല നീറി പുകഞ്ഞ്. കാരണം നന്ദയ്ക്ക് മുളവ് ഇട്ട് അരച്ച് കൊടുക്കാനുള്ള ഐഡിയ എല്ലാം പിങ്കിയുടെ വകയാണ്. അപ്പം പിങ്കിക്ക് അതേ സെയിം തന്നെ ആ ഒരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെ അതേ തിരിച്ചടി തന്നെ പിങ്കിക്കും കിട്ടിയ ഒരു അവസ്ഥയിലാണ് പിങ്കി ഇപ്പം നിൽക്കുന്നത്. കൈയൊക്കെ നീറി പുകഞ്ഞ് നടക്കുവാണ്. എന്നാൽ ഈ സമയത്ത് ഭയങ്കര സന്തോഷമായിട്ട് തുള്ളിച്ചാടി നന്ദ എന്തായാലും പോയിട്ടുണ്ട്. കാരണം തനിക്ക് തന്ന അതേ തിരിച്ചടി തന്നെ പണി തന്നെ പിങ്കിക്കും തിരിച്ചടിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ പിങ്കി റൂമിൽ പോയിട്ട് ഈ സന്തോഷമെല്ലാം ഗൗതമിനോട് പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് നമ്മുടെ നന്ദ ഓടി റൂമിൽ പോയി ഈ കാര്യങ്ങളെല്ലാം ഗൗതമിനോട് പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് നന്ദ ആ കാര്യം ശ്രദ്ധിച്ചത്. ഗൗതം ഭയങ്കരമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യം തിരക്കിയപ്പോഴാണ് ഗൗതമിന് നന്ദയുടെ പനി പിടിച്ചെന്നുള്ള ഒരു കാര്യം നന്ദയ്ക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആദ്യം മരുന്ന് കഴിക്കാമെന്ന് ഗൗതം പറയുന്നുണ്ടെങ്കിലും നന്ദ അത് എതിർക്കുവാണ്. മരുന്നൊന്നും കഴിക്കണ്ട, ഞാൻ ആവി പിടിക്കാനായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാം, ആവി പിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാം മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നന്ദ താഴോട്ട് ഓടിപ്പോയി പോകുന്ന സമയത്ത് ഇവിടെ പവിത്രയാണെങ്കിൽ ഈ നമ്മുടെ പിങ്കിക്കും നന്ദയ്ക്കും ഇടയിൽ ഈ കട്ടുറുമ്പിനെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പാര പണിയുന്ന ഒരു സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളെ പിങ്കിയുടെ അടുത്ത് പോയിട്ട് മനഃപൂർവ്വം ലക്ഷ്മി നന്ദയും കൂടി പിങ്കിക്ക് നല്ലൊരു പണി തന്നതാണെന്നും ഇന്നലെ നന്ദയെ കൊണ്ട് ഈ ജോലി ചെയ്യിപ്പിച്ചത് കൊണ്ട് തന്നെ പിങ്കിക്ക് തിരിച്ചടിയുന്ന രീതിയിലാണ് ഈ പണി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു എന്താ പറയുക നന്ദയെക്കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ നന്ദ കയറി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ പിങ്കി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവളിപ്പോൾ എന്നെ കൊണ്ട് ഈ ജോലിയിൽ ചെയ്യിപ്പിച്ചത്, പക്ഷേ അവളെ മനസ്സ് നീറ്റിക്കുന്ന ഒരു പണി ഞാൻ അവൾക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ കയറി വരുന്നത്. അപ്പോൾ ഉടനെ തന്നെ പവിത്രയുടെ പറഞ്ഞാണ് ഗൗതമിന് ഇങ്ങനെ പനിയാണെന്നും ഗുളിക കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കണ്ട, കാരണം അത് എപ്പോഴും ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് ആവി പിടിക്കാനായിട്ട് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പിങ്കിക്ക് താങ്ങി നമ്മൾ നന്ദ പോയി വെള്ളമൊക്കെ ചൂടാക്കാനുള്ള തിരക്കിനിടയിൽ നമ്മളെ പിങ്കിയുടെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി എന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഈ സമയത്തിന് എന്തായാലും ഗൗതം മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. ഈ തക്ക സമയത്തിന് ഗൗതമിന് പോയി മരുന്നൊക്കെ കൊടുത്ത് ഗൗതമിനെ പാട്ടിലാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളെ പിങ്കി ഓടി റൂമിൽ പോയത്. അങ്ങനെ ഗൗതമിന് മരുന്നും വിക്സൊക്കെ കൊണ്ട് ബാമൊക്കെ കൊണ്ട് കൊടുക്കുകയും ഗൗതം മരുന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് ഗൗതമിനെ കൊണ്ട് ആ ഗുളിക കഴിപ്പിക്കുന്നതും പിന്നെ ബാമ പുരട്ടണ്ട ഞാൻ പുരട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും സമ്മതിക്കാതെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് തന്നെ ഗൗതമിന് ബാമൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നന്ദ കയറി വരുന്നത്. കാരണം നന്ദ ആവിയൊക്കെ പിടിക്കാനായിട്ട് ചൂടുവെള്ളം കൊണ്ടുവരുന്ന സമയത്താണ് ഈ രംഗം കണ്ടത്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നന്ദയ്ക്ക് ഭയങ്കര ദേഷ്യത്തിൽ നന്ദ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ ഈ സമയത്താണ് നമ്മൾ ഗൗതം നന്ദയെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഗൗതം നന്ദയെ കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്ന സമയത്ത് പിങ്കി ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്, നന്ദയ്ക്കൊരു പണി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പിങ്കി വന്നിരിക്കുന്നത്. എന്നാൽ എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്നേഹിച്ച് പാട്ടിലാക്കാം, നന്ദയെ അടിച്ച് പുറത്താക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നിൽക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്, ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അരങ്ങേറാൻ പോകുന്നത്, ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ ഇനി ഇന്ത്യവരത്ത് എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്കിനി വരും നാളുകളിൽ കണ്ടറിയുമ്പോൾ അതൊരിക്കലും എൻ്റെ ബൈ.